ഛത്തീസ്ഗഡിലെ അബുജ്മഡിൽ 8 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു, 2 പേർക്ക് പരിക്കുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, വിവരങ്ങൾ പറയും. ആര്യ, ഇന്ന് രാവിലെയാണ് ഈ അബുജ്മഡിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത്. 4 ജില്ലകൾ, പ്രത്യേകിച്ചും നാരായൺപൂർ, കാൺകർ, ദണ്ഡേവാഡ, കൊണ്ടഗാവ്, ഈ 4 ജില്ലകളിലെ 3 സംയുക്ത സേനാ വിഭാഗങ്ങൾ, അതിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ട്, ജില്ലാ റിസർവ് ഗാർഡ് ഉണ്ട്, പിന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഉണ്ട്. ഈ 3 സംയുക്ത സേനയും നടത്തിയ ഒരു തിരച്ചിൽ ദൗത്യം. അതിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും 8 മാവോയിസ്റ്റുകളെ വധിക്കുന്നതും. ഈ ഏറ്റുമുട്ടലിനിടയിൽ ഒരു ജവാന് വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 2 ജവാന്മാർ പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണ്. ജൂൺ 12-ാം തീയതി മുതൽ ഇത്തരത്തിൽ വലിയ തോതിൽ ഈ അബുജ്മഡ് പ്രദേശത്ത്, ഒരു വനമേഖലയാണ്, വനമേഖലാ പ്രദേശത്ത് ഇത്തരത്തിൽ തിരച്ചിൽ ദൗത്യം വ്യാപകമായി ഉണ്ടായിരുന്നു. ജൂൺ 12-നാണ് ഈ ദൗത്യം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുരോഗമിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഈ തിരച്ചിൽ ദൗത്യം പുരോഗമിക്കുന്നതിനിടെയാണ് മാവോയിസ്റ്റിന്റെ ഭാഗത്തു നിന്നും വെടിവെപ്പ് ഉണ്ടാകുകയും തിരിച്ച് സംയുക്ത സേനാ വിഭാഗം ഒരു വെടിവെപ്പ് നടത്തുകയും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും ചെയ്യുന്നത്. അതിലെന്തായാലും നിലവിൽ 8 മാവോയിസ്റ്റുകളെ വധിച്ചിട്ടുണ്ട്. ഒരു ജവാൻ വീരമൃത്യു വെച്ചിരിക്കുന്നു. 2 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഈ പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ, ഈ വനമേഖലയിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ കണക്കുകളും കാര്യങ്ങളെല്ലാം വ്യക്തമാകുമെന്നാണ് നിലവിൽ ഛത്തീസ്ഗഡ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി.